പലപ്പോഴും അന്വേഷണത്തിന് ഇറങ്ങുന്ന ED പല അന്വേഷണ സ്ഥലങ്ങളിലും ഞെട്ടിപ്പോകുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴിതാ അതുപോലെ രാജ്യത്തെ പ്രമുഖ ആഭരണ സ്വർണ്ണ ശുദ്ധീകരണ കമ്പനിയായിട്ടുള്ള രാജേഷ് എക്സ്പോർട്ട് ലിമിറ്റഡ് REL അതിൻ്റെ സഹകാരികൾക്കുമെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രധാന നടപടി സ്വീകരിക്കുകയാണ്. ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് FEMA പ്രകാരം ബംഗളൂരുവിലെയും മുംബൈയിലെയും 9 സ്ഥലങ്ങളിൽ ഏജൻസി തിരച്ചിൽ നടത്തി. ഈ റെയ്ഡുകളിൽ സ്റ്റോക്ക് മാർക്കറ്റ് കൃത്രിമത്വം, സ്വർണ്ണ സ്റ്റോക്കുകളിലെ പൊരുത്തക്കേടുകൾ, സംശയാസ്പദമായ വിദേശ ഇടപാടുകൾ എന്നിവയുൾപ്പെടെ നിരവധി സാമ്പത്തിക ക്രമക്കേടുകളൊക്കെയാണ് വെളിച്ചത്ത് വന്നിരിക്കുന്നത്. EDയുടെ ഔദ്യോഗിക പ്രസ്താവന പ്രകാരം കമ്പനി ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിൽ വളരെ അസാധാരണവും സംശയാസ്പദവുമായിട്ടുള്ള കാര്യങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. രാജേഷ് എക്സ്പോർട്സ് ഏകദേശം 7.7 ലക്ഷം കോടി രൂപയുടെ ഏകീകൃത വരുമാനം കാണിക്കുന്നുണ്ടെങ്കിലും ഈ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർക്ക് പ്രതിമാസം 17,000 രൂപ മാത്രമാണ് ശമ്പളമായി കാണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് കണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലും ഞെട്ടിപ്പോയിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർക്ക് 2020 മുതൽ ഒരു ശമ്പളവും നൽകിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഏജൻസിയുടെ അഭിപ്രായത്തിൽ അത്തരമൊരു ഘടന സാധാരണ ബിസിനസ് രീതികൾക്ക് തികച്ചും വിരുദ്ധമാണ്. കൂടാതെ കമ്പനിയുടെ യഥാർത്ഥ പ്രകടനത്തെക്കുറിച്ച് വലിയ ചോദ്യങ്ങൾ ഉയർന്നു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ NRI ബിനാമി വഴി ഓഹരി വിപണിയിൽ കൃത്രിമത്വം കാണിച്ചും 600 കോടിയിലധികം രൂപ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് കടത്തിയതായി അന്വേഷണ ഏജൻസി ആരോപിച്ചു. കൂടാതെ റെയ്ഡിനിടെ ഫാക്ടറി രജിസ്റ്ററും അവിടെ ഉണ്ടായിരുന്ന ഭൗതിക സ്റ്റോക്കും പരിശോധിച്ചപ്പോൾ യഥാർത്ഥത്തിൽ സ്വർണ്ണ സ്റ്റോക്കിൽ ഏകദേശം 40% വലിയ പൊരുത്തക്കേട് കണ്ടെത്തി. ഇന്റർനാഷണൽ കൺസോർഷ്യം ഓഫ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകളുടെ ഡാറ്റ ചോർച്ചയിൽ ബന്ധമുള്ള ആളുകളുടെ പേരും കമ്പനി ഓഹരികളുടെ ബ്ലോക്ക് ഡീലുകളിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അന്വേഷണത്തിനിടെ ഇറക്കുമതി, കയറ്റുമതി, വിദേശ നിക്ഷേപം എന്നിവയുമായി ബന്ധപ്പെട്ട ആവശ്യമായ രേഖകൾ ഹാജരാക്കുന്നതിൽ രാജേഷ് എക്സ്പോർട്സ് പരാജയപ്പെട്ടു. പ്രത്യേകിച്ച് ആഫ്രിക്കൻ ഖനികളിൽ 1035 കോടി രൂപ നിക്ഷേപിച്ചതായി കമ്പനി അവകാശപ്പെട്ടിരുന്നു. എന്നാൽ അന്വേഷണത്തിൽ ഇതിനെ പിന്തുണയ്ക്കുന്ന യഥാർത്ഥ രേഖകളോ തെളിവുകളോ ഒന്നും കണ്ടെത്തിയില്ല. കൂടാതെ UAEയിലും മറ്റ് രാജ്യങ്ങളിലും സംശയാസ്പദമായ ക്ലയന്റുകളുമായി ഏകദേശം 3000 കോടി രൂപയുടെ വ്യാപാര സ്വീകാര്യതയുടെ അവ്യക്തമായ ക്രമീകരണങ്ങളും പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.